എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിലെ ചരിത്ര നഗരമായ നോർവിച്ചിലെ ഒരു ചെറുവഴിയിലേക്കാണ്. പക്ഷേ ആ ചെറുവഴിക്ക് 1000 വർഷത്തിലധികം ചരിത്രമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു റോഡിനെ കുറിച്ചല്ല, മധ്യകാല ഇംഗ്ലണ്ടിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. ആ സ്ഥലമാണ് എൽം ഹിൽ, നോർവിച്ച്. AD 1000 മുൻപ് നോർവിച്ച് ഇംഗ്ലണ്ടിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. എൽം ഹിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അന്ന് വ്യാപാര വഴികളോട് ചേർന്ന ഒരു പ്രധാന പാതയായിരുന്നു. ഇവിടെ മരക്കച്ചവടവും കൈത്തൊഴിലുകളും വളരെയധികം സജീവമായിരുന്നു. 1066 നോർമൻ അധിനിവേശത്തിന് ശേഷം നോർവിച്ച് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു. എൽം ഹിൽ നോർവിച്ച് കത്തീഡ്രലിലേക്കുള്ള പ്രധാന വഴിയായി മാറി. പുരോഹിതരും വ്യാപാരികളും യാത്രക്കാരും ഇവിടെ കൂടെ കടന്നുപോയിരുന്നു. പതിമൂന്ന് മുതൽ 14 നൂറ്റാണ്ടുകളിൽ എൽം ഹിൽ നോർവിച്ചിലെ ഏറ്റവും സമ്പന്നമായ തെരുവുകളിലൊന്നായി. ഇവിടെയാണ് ട്യൂഡർ ടിമ്പർ ഹൗസസ് നിർമ്മിക്കപ്പെട്ടത്. കല്ലുകൊണ്ടുള്ള റോഡുകൾ ഇന്ന് നമ്മൾ കാണുന്ന കോബ്ലെറ്റ് സ്ട്രീറ്റ് അന്നേ ഉണ്ടായിരുന്നു. 1507 നോർവിച്ച് നഗരത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. എൽം ഹില്ലിലെ പല വീടുകളും ഈ തീപിടുത്തത്തിൽ നശിച്ചു. പക്ഷേ തീപിടുത്തത്തിന് ശേഷം എൽം ഹിൽ വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന പല കെട്ടിടങ്ങളും ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് എൽം ഹിൽ ഒരു ഓപ്പൺ എയർ മിഡേവൽ മ്യൂസിയം പോലെ തോന്നുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് ഇംഗ്ലണ്ട് മുഴുവൻ മാറിയെങ്കിലും എൽം ഹിൽ തൻ്റെ രൂപം മാറ്റിയിട്ടില്ല. വലിയ ഫാക്ടറികൾ ഇവിടെ വന്നില്ല. അതുകൊണ്ടാണ് ചരിത്രം ഇവിടെ ജീവനോടെ നിലനിന്നത്. 2 ലോകമഹായുദ്ധങ്ങളും നോർവിച്ചിനെ ബാധിച്ചെങ്കിലും എൽം ഹിൽ ഭാഗ്യവശാൽ പൂർണ്ണമായ നാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. പല കെട്ടിടങ്ങളും ഇന്നും 500 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. 1950 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് എൽം ഹിൽ ഹെറിറ്റേജ് പ്രൊട്ടക്റ്റഡ് ഏരിയയായി പ്രഖ്യാപിക്കപ്പെട്ടത്. കെട്ടിടങ്ങൾ മാറ്റാൻ നിയമപരമായ നിയന്ത്രണങ്ങൾ വന്നു. ചരിത്രം സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് എൽം ഹിൽ സിനിമകളുടെയും TV സീരീസുകളുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട സ്ഥലമാണ്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. എൽം ഹിൽ ഇന്ന് നോർവിച്ചിൻ്റെ ഒരു തിരിച്ചറിയലാണ്. ഇന്ന് നമ്മൾ എൽം ഹില്ലിൽ നടക്കുമ്പോൾ നമ്മൾ ഒരു റോഡിലൂടെയല്ല നടക്കുന്നത്, 1000 വർഷത്തെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഓരോ കല്ലും, ഓരോ വീടും, ഓരോ വളവും ഓരോ കഥ പറയുന്നു. വീണ്ടും ഒരു മനോഹരമായ സ്ഥലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.